കേൾക്കുമ്പോൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒന്ന് വിശ്വസിച്ചേക്കാമെന്ന് തോന്നുന്നതാണ് പ്രേതകഥകളുടെ പ്രത്യേകത. ഭയം ആസ്വദിക്കുകയും മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്ന നിഗൂഢ ആനന്ദമാണ് പ്രേതകഥകൾ ഉളവാക്കുന്നത്. ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുൻപാണ് തന്നെ അവഗണിക്കരുതെന്ന മുന്നറിയിപ്പുമായി തെരേസ ഫിഡൽഗോയുടെ ഒരു മെസ്സേജ് പലരുടെയും വാട്സപ്പ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. ആയിരങ്ങളെ ഭീതിയിലാഴ്ത്തിയ ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: ഞാൻ തെരേസ ഫിഡൽഗ. ഞാൻ 27 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതാണ്. ഞാൻ അയച്ചിരിക്കുന്ന ഈ മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ 20 കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം കൂടും. കഴിഞ്ഞ ദിവസം ഞാൻ അയച്ച ഈ മെസ്സേജ് ഒരു പെൺകുട്ടി അവഗണിക്കുകയും പിന്നീട് ഒരു 20 ദിവസങ്ങൾക്ക് ശേഷം അവളുടെ അമ്മ മരണപ്പെടുകയുമാണ് ചെയ്തത്. ആയിരക്കണക്കിന് ഇൻസ്റ്റഗ്രാം ചിത്രങ്ങളുടെ അടിയിൽ സ്പാം ചെയ്തുകൊണ്ട് ബാലിശമായ ഈ ഉദ്ധരണി പ്രത്യക്ഷപ്പെട്ടു. ഗൂഗിളിൽ എന്നെ തിരഞ്ഞോളൂ എന്നാണ് ഈ സന്ദേശത്തിനൊപ്പമുള്ള ഒരു വാചകം. സോഷ്യൽ മീഡിയ അക്കൗണ്ടുള്ള ഒരു പ്രേതമോ? ഒന്ന് അറിഞ്ഞിട്ട് തന്നെ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലോ തെരേസ ഫിഡൽഗോയെ പറ്റി വൈറൽ യൂട്യൂബേഴ്സിൻ്റെ വക വിവിധ കഥകൾ ലഭിക്കും. മാത്രമല്ല, വിവിധ ചോദ്യോത്തര വെബ്സൈറ്റുകളിൽ തെരേസ ഫിഡൽഗോയുടെ കഥ സത്യമാണോ എന്നുള്ള ചോദിക്കുന്ന ഒരു സംഘം ആളുകളെയും കാണാൻ സാധിക്കും. എന്താണ് തെരേസ ഫിഡൽഗോയുടെ സംഭവകഥ എന്ന പേരിൽ പ്രചരിക്കുന്ന ആ വീഡിയോയുടെ സത്യം? ആ വീഡിയോ ഇങ്ങനെയാണ്: 3 സുഹൃത്തുക്കളുടെ ഒരു സംഘം വിജനമായ വഴിയിലൂടെ ഒരു കാറിൽ യാത്ര ചെയ്ത് വരികയായിരുന്നു. പെട്ടെന്ന് വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അവരുടെ കാറിൻ്റെ മുന്നിൽ കൈകാട്ടി. അവർ അവളെ ഒപ്പം കൂട്ടി യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ യാത്ര തുടരുന്നു. കാറിൽ കയറിയ യുവതി നിശബ്ദത തുടരുന്നു. ഒടുവിൽ അവൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ മുന്നോട്ട് കാണിക്കുന്നു. കുറച്ചു ദൂരം പിന്നിടുമ്പോൾ പെട്ടെന്ന് അവൾ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വിരൽ ചൂണ്ടുകയും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരോട് അത് താൻ അപകടത്തിൽപ്പെട്ട് മരിച്ച സ്ഥലമാണെന്ന് പറയുകയും ചെയ്യുന്നു. ക്യാമറ വീണ്ടും അവളുടെ നേരെ തിരിയുമ്പോൾ അവളുടെ മുഖമാകെ രക്തത്തിൽ മൂടിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇതോടെ ഭയപ്പെട്ട യുവാക്കളുടെ വാഹനം ഇടിക്കുന്നതോടെ വീഡിയോ അവസാനിക്കും. യാഥാർത്ഥ്യമാണെന്ന് കരുതി ഈ വീഡിയോ പലരും ഷെയർ ചെയ്തു. പക്ഷേ 2013 നിർമ്മിച്ച ഒരു പോർച്ചുഗീസ് ഷോർട്ട് മൂവിയുടെ ഭാഗമായാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. തദ്ദേശീയമായി പ്രചരിക്കുന്ന ഒരു പ്രേതകഥയെ അടിസ്ഥാനമാക്കിയാണ് ഡേവിഡ് എന്ന സംവിധായകൻ ഈ ചലച്ചിത്രം നിർമ്മിച്ചത്. ഒരു പേര് സെർച്ച് ചെയ്യുമ്പോൾ വീഡിയോകളും ധാരാളം വിവരങ്ങളും വരുന്ന കൗതുകം ഫിഡൽഗോയുടെ അസ്തിത്വം ഉറപ്പാക്കാനിടയാക്കുകയും ഈ സന്ദേശം എണ്ണമറ്റ തവണ ഷെയർ ചെയ്യുകയും റീപോസ്റ്റ് ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാനിടയാക്കി. തട്ടിപ്പും തെറ്റായ വിവരങ്ങളും ഓൺലൈനിൽ എങ്ങനെ വിശ്വാസജനകമായി പ്രചരിപ്പിക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് തെരേസ ഫിഡൽഗോയുടെ ഈ കഥ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.